ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 54-58 തിരുവചനങ്ങളാണ് നമ്മളുടെ ചിന്താ വിഷയം. ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രഘോഷണത്തിൽ വിസ്മയം പൂണ്ടവർ ചോദിക്കുന്നു, ഇവനെ ജ്ഞാനവും അറിവും ഒക്കെ എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ അമ്മയല്ലേ മറിയം? ഇവരുടെ സഹോദരങ്ങളായ യോഹന്നാൻ, ജോസഫ്, യൂദ ഇവരെല്ലാം നമ്മുടെ കൂടെ ഇല്ലേ? ഈ ജ്ഞാനമെല്ലാം ഇവിടെ നിന്നാണ്. അവർക്ക് ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നു. എന്നാൽ ദൈവം ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജ്ഞാനിയായ, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവം അവരോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, വിസ്മയഭരിതരായ ജനത്തിൻ്റെ ഈ പ്രഘോഷണം, അതായത് യേശുവിനെക്കുറിച്ചുള്ള ആ ഒരു സാക്ഷ്യം, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരിലുമാണ്. നമ്മളും യേശുവിൻ്റെ ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രഘോഷണത്തെക്കാൾ ഉപരിയായി ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ക്രിസ്തു ഇന്ന് ദേവാലയങ്ങളിലല്ല അവിടുന്ന് വസിക്കുന്നത്. ദേവാലയങ്ങളിലെ സക്രാരികളിൽ അവിടുന്ന് കുടികൊള്ളുന്നു. എന്നാൽ മനുഷ്യഹൃദയം തേടിയുള്ള യാത്രയാണ് അവിടുത്തേത്. ആകയാൽ അവിടുത്തെ പ്രബോധനങ്ങൾ നമ്മുടെ തന്നെ ജീവിത സാക്ഷ്യമാക്കി മാറ്റുന്നതിൽ, നമ്മളും ജീവിക്കുന്നത് അവിടത്തോടുകൂടി ആയിത്തീരുന്നത് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.